അസ്സലാമു അലൈക്കും. നമ്മുടെ വീടുകളുടെ പരിസരങ്ങളിൽ തേനീച്ചകളും കടന്നലുകളും കൂടുകൂട്ടുകയും ചിലപ്പോൾ അതിൻ്റെ കുത്തുകൊള്ളുകയും ചെയ്യും. തേനീച്ചയുടെ കടന്നലിൻ്റെ കുത്തുകൊള്ളുമ്പോൾ അതികഠിനമായ വേദനയും നീരും ഉണ്ടാകും. വേദന കുറയാനും നീര് ചൊട്ടാനും കുത്തുകൊണ്ട് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യം തന്നെ തേനീച്ചയുടെ കടന്നലിൻ്റെ കൊമ്പ് ആ കുത്തുകൊണ്ട ഭാഗത്ത് കാണും. അത് നീക്കം ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ചുണ്ണാമ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ചുണ്ണാമ്പ്. അത് പെട്ടെന്ന് തന്നെ നീര് കുറയ്ക്കുകയും വേദന മാറ്റുകയും ചെയ്യും. എന്നാൽ ഇന്ന് പല വീടുകളിലും ചുണ്ണാമ്പുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ നോക്കാം. അപ്പക്കാരം ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നീര് കുറയ്ക്കാനും വേദന മാറ്റാനും. അപ്പക്കാരം കുറച്ച് ഉപ്പുമായി ചേർത്ത് കുഴച്ച് കുത്തുകൊണ്ട ഭാഗത്ത് ഐസ് വെക്കുമാണെങ്കിലും പെട്ടെന്ന് തന്നെ നീരും വേദനയും കുറയും. ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തേൻ. അല്പം തേൻ പുരട്ടിയാൽ വേദനയും നീരും പെട്ടെന്ന് തന്നെ കുറയുന്നത് കാണാം. മുറിച്ച ഉള്ളിയുടെ ഒരു ഭാഗം കുത്തുകൊണ്ട ഭാഗത്ത് വെക്കുമാണെങ്കിൽ അവിടുത്തെ ഇൻഫ്ലമേഷൻ എല്ലാം മാറി നീരും വേദനയും പെട്ടെന്ന് തന്നെ കുറയുന്നത് കാണാം. ഈ കാര്യങ്ങളെല്ലാം കുത്തുകൊണ്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോ അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ വേദന കുറയുന്നതും നീര് ചൊട്ടുന്നതും കാണാം. കൂടുതലായി എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം.